രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനം തീവ്രവാദത്തിന്റെ ഭീകരമുഖം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഈ ഞെട്ടിക്കുന്ന ആക്രമണത്തെ തുടർന്ന് പരമ്പരാഗതമായി നയതന്ത്രപരമായ സങ്കീർണതകൾ നിലനിന്നിരുന്നിട്ടും പ്രമുഖ മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ ദ്രുതഗതിയിലുള്ള പ്രതികരണങ്ങൾ ആഗോള ഭീകരവാദത്തിനെതിരെ രാജ്യങ്ങൾക്കിടയിൽ വളരുന്ന സമവായത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആക്രമണത്തോടെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച രാജ്യങ്ങളിൽ ഒന്ന് UAE ആണ്. UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എല്ലാ ആക്രമണങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും തങ്ങൾ ശക്തമായി നിരസിക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. UAEയുടെ ഈ നിലപാട് ഭീകരതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തതും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന് അവർ നൽകുന്ന പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ഈ ക്രിമിനൽ പ്രവർത്തികളെ ശക്തമായി അപലപിക്കുന്നതായും സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയും ശാശ്വതമായി നിരസിക്കുന്നതായും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത് കേവലം അനുശോചനത്തിനപ്പുറം ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ആഗോള കൂട്ടായ്മയിൽ തങ്ങളുമുണ്ടെന്ന ഉറച്ച പ്രഖ്യാപനമാണ്. ഗൾഫ് മേഖലയിലെ മറ്റൊരു പ്രധാന ശക്തിയായ സൗദി അറേബ്യയും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി. സൗദി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയും സമാധാനത്തിനായി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ നിലപാടുകളിൽ സൗദിയും ഇന്ത്യയും അടുത്ത കാലത്തായി കൂടുതൽ സഹകരണം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഐക്യദാർഢ്യം സൗദിയുടെ കിരീടാവകാശിയുടെ നയതന്ത്ര കാഴ്ചപ്പാടുകളിലും തീവ്രവാദത്തിനെതിരെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന പുതിയ നിലപാടുകളിലുമുള്ള മാറ്റത്തിന്റെ പ്രതിഫലനമാണ്. പ്രധാന ഗൾഫ് രാജ്യങ്ങളിലൊന്നായ ഖത്തറും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോടുള്ള തങ്ങളുടെ ഐക്യദാർഢ്യം ഊന്നി പറയുകയും ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങളെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ മലേഷ്യയും ഇന്ത്യക്ക് പിന്തുണയുമായി എത്തി. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ തീവ്രവാദത്തിനെതിരെ സംയുക്തമായി പോരാടാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യമായ ഇറാൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ദുരിതത്തിൽ പങ്കുചേരുന്നതായി ഇറാൻ അറിയിച്ചു. ഈ പിന്തുണ ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷയുടെ കാര്യത്തിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ സൂചനയാണ്. UAE വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ പ്രസ്താവനയിൽ ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും അഗാധമായ അനുശോചനവും സഹതാപവും രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. മറ്റ് രാജ്യങ്ങളും സമാനമായ ഹൃദയസ്പർശിയായ സന്ദേശങ്ങൾ കൈമാറി. ഭീകരവാദത്തിനെതിരായ നിലപാടുകളിൽ മുസ്ലിം രാജ്യങ്ങൾ പൊതുവായി ഇന്ത്യക്ക് പിന്തുണ നൽകുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഒരു വഴിത്തിരിവാണ്. തീവ്രവാദത്തെ മതവുമായി ബന്ധപ്പെടുത്തുന്നതിനെതിരെയുള്ള പൊതുവായ നിലപാടായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പ്രധാന മുസ്ലിം രാജ്യങ്ങളുടെ ഈ ഐക്യദാർഢ്യം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി സ്ഥാപിച്ചെടുത്ത ശക്തമായ നയതന്ത്ര ബന്ധത്തിന്റെ ഫലമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വ്യാപാരം, ഊർജ്ജം, സുരക്ഷ, സഹകരണം എന്നീ മേഖലകളിലെ വളർച്ച ഈ ബന്ധം ശക്തിപ്പെടുത്തി. ഈ രാജ്യങ്ങൾ ഒന്നായി ആക്രമണത്തെ അപലപിച്ചത് ഭീകരവാദത്തിന് മതമോ ദേശമോ ഇല്ലെന്നും ഇത് ലോകമെമ്പാടുമുള്ള സമാധാനപരമായ സമൂഹങ്ങൾക്ക് ഭീഷണിയാണെന്നുമുള്ള ശക്തമായ ആഗോള സന്ദേശം നൽകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ ഡൽഹിയിലെ സ്ഫോടന വാർത്തയ്ക്കും അതിനോടുള്ള സ്വന്തം രാജ്യങ്ങളുടെ പ്രതികരണത്തിനും വലിയ പ്രാധാന്യം നൽകി. ഈ വാർത്തകൾ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ അറബ് ലോകം എത്രത്തോളം താല്പര്യം കാണിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും UAE, സൗദി അറേബ്യ എന്നിവയിൽ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് തീവ്രവാദ ഫണ്ടിംഗ് തടയാനുള്ള സഹായത്തിനും വഴിയൊരുക്കും. ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾക്ക് മുസ്ലിം രാജ്യങ്ങൾ നൽകുന്ന ഈ പിന്തുണ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് ഭീകരതയോടുള്ള സമീപനത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസം വരുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം പ്രതിവർഷം ബില്യൺ കണക്കിന് ഡോളർ. ഈ ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ ഇരുപക്ഷവും പരസ്പരം സുരക്ഷാ കാര്യങ്ങളിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഒരു കാരണമാണ്. മുസ്ലിം രാജ്യങ്ങളുടെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനം സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ലോകരാജ്യങ്ങൾ തങ്ങളുടെ ദുരിതത്തിൽ പങ്കുചേരുന്നു എന്ന തോന്നൽ അവർക്ക് കരുത്തേകും. ഈ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഭീകരവാദത്തിനെതിരെ ഒരു ആഗോള കൂട്ടായ്മ കെട്ടിപ്പടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കും. അന്താരാഷ്ട്ര വേദികളിൽ ഭീകരതയുടെ വിഷയം ശക്തമായി ഉന്നയിക്കാൻ ഈ നയതന്ത്ര പിന്തുണ ഇന്ത്യയെ സഹായിക്കും. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്ന പൊതു ലക്ഷ്യം ചരിത്രപരമായ ഭിന്നതകളെ മറികടക്കാൻ രാജ്യങ്ങളെ സഹായിച്ചു. ഈ സംഭവം ആധുനിക നയതന്ത്രത്തിൽ ഭീകരത എന്ന ഒറ്റ വിഷയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. ഡൽഹി സ്ഫോടനത്തെ അപലപിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യം മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള സംയുക്ത ശ്രമങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു. ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനുള്ള ലോകത്തിന്റെ നിശ്ചയദാർഢ്യത്തെയാണ് ഈ പ്രതികരണങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്.